എന്താ ഞാൻ പറഞ്ഞു, ഇസ്ലാഹിൽ ജബ്ബാർ മൗലവി എഴുതിയ ലേഖനം, ആ ലേഖനത്തിൽ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നില്ല. ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നില്ല. അത് ഇന്നല്ല എന്നും പറയും. മുമ്പും പറഞ്ഞിട്ടുണ്ട് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നതിലില്ല. എന്നാൽ ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ ശിർക്കല്ല എന്നതിലുണ്ട്. അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഈ വിഷയം പ്രസംഗിച്ച് സംസാരിച്ചു. അന്നവിടെ പ്രസംഗിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകൾ അവരുടെ പ്രസംഗങ്ങളിൽ എഴുതുകയോ, ജിന്നുകളോട് പ്രാർത്ഥന നടത്തിയാൽ അത് ശിർക്കാവുകയില്ലെന്ന് മുജാഹിദുകൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്തതായി നിങ്ങൾ തെളിയിച്ചാൽ, അന്നവിടെ പ്രസംഗിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകൾ അവരുടെ പ്രസംഗങ്ങളിൽ എഴുതുകയോ, ജിന്നുകളോട് പ്രാർത്ഥന നടത്തിയാൽ അത് ശിർക്കാവുകയില്ലെന്ന് മുജാഹിദുകൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്തതായി നിങ്ങൾ തെളിയിച്ചാൽ, അന്നവിടെ പ്രസംഗിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകൾ അവരുടെ പ്രസംഗങ്ങളിൽ എഴുതുകയോ, ജിന്നുകളോട് പ്രാർത്ഥന നടത്തിയാൽ അത് ശിർക്കാവുകയില്ലെന്ന് മുജാഹിദുകൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്തതായി നിങ്ങൾ തെളിയിച്ചാൽ, ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിലുണ്ടെങ്കിൽ നാളെ അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഈ നന്ദി അങ്ങാടിയിൽ നിങ്ങൾ ഒട്ടിച്ചാൽ, അന്നവിടെ പോലീസുകാരുണ്ട്, ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, നാളെ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം നന്ദി പള്ളി പൂട്ടി താക്കോല് ഞാൻ ദാറുസ്സലാം അറബിക്കോളേക്ക് കൊണ്ടുവരും. നമ്മൾ പറഞ്ഞിട്ടില്ല, പിന്നെ നമുക്ക് ധൈര്യത്തിൽ പറയാലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, കേരള ജമിയത്തുൽ-ഉലമയുടെ സെക്രട്ടറി ഹനീഫ് കായക്കൊടി, നുണയനായ ഹനീഫ് കായക്കൊടി, അദ്ദേഹം പറഞ്ഞ കളവുകൾ ചോദ്യം ചെയ്തപ്പോൾ ചോദ്യം ചെയ്തവരെ അടിമകളെന്ന് വിളിച്ച് ആക്ഷേപിക്കുകയും എങ്ങനെയെങ്കിലും തൻ്റെ മുഖം രക്ഷപ്പെടുത്തണമല്ലോ എന്ന് ആലോചിച്ചിട്ട് വീണ്ടും വീണ്ടും അദ്ദേഹം കളവ് പറഞ്ഞുകൊണ്ടിരിക്കുകയും ഇസ്ലാമിൻ്റെ അടിസ്ഥാന സാങ്കേതിക ശബ്ദങ്ങളെപ്പോലും കോട്ടിമാട്ടുകയും തെറ്റിദ്ധരിപ്പിക്കുകയുമാണ് ഇന്ന് ഈ ടിയാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തോടും ദീനിനോടും യാതൊരു പ്രതിബദ്ധതയുമില്ലാതെ, ഈമാനിൻ്റെ ഒരു തരിമ്പ് പോലും ഹൃദയത്തിലില്ലാതെ, തൻ്റെ ഭൗതിക താൽപ്പര്യത്തിനു വേണ്ടി എന്തും എങ്ങനെയും അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചൊടിച്ച് സംസാരിക്കാൻ, തൻ്റെ അള്ളാഹു ഹക്ക് പറയാൻ അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള തൻ്റെ വാക്ചാതുര്യതയും അറിവും കഴിവും അള്ളാഹുവിൻ്റെ ദീനിനെ സത്യസന്ധമായി പ്രബോധനം ചെയ്യുന്നതിന് പകരം തൻ്റെ സംഘടനാ താൽപ്പര്യത്തിനു വേണ്ടി കളവ് പറഞ്ഞ് കോട്ടിമാട്ടി കബളിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് ആളുകൾക്കിടയിൽ ഫിത്തനയും ഫസാദുമുണ്ടാക്കി ആശയക്കുഴപ്പമുണ്ടാക്കി ആളുകളെ വഴികേടിലേക്കും ആളുകളെ തിന്മയിലേക്കും അധാർമികതയിലേക്കും പിഴച്ച വിശ്വാസത്തിലേക്കും ക്ഷണിക്കുകയാണ് ഇന്ന് ഈ നുണയനായ KJU സെക്രട്ടറി എന്ന് പറയേണ്ടി വന്നതിൽ നമുക്ക് സങ്കടമുണ്ട്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്കത് കേൾക്കാം, അദ്ദേഹം പറയട്ടെ, ശേഷം നമുക്കത് വിശദീകരിക്കാം. എന്താ ഞാൻ പറഞ്ഞു, ഇസ്ലാഹിൽ ജബ്ബാർ മൗലവി എഴുതിയ ലേഖനം, ആ ലേഖനത്തിൽ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നില്ല. ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നില്ല. അത് ഇന്നല്ല എന്നും പറയും. മുമ്പും പറഞ്ഞിട്ടുണ്ട് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നതിലില്ല. എന്നാൽ ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ ശിർക്കല്ല എന്നതിലുണ്ട്. അതെവിടെ? ആ വാചകം എവിടെ എന്നാ ചോദിക്കുന്നത്. ഇല്ലാത്ത കാര്യം ഉണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് എവിടെ എന്ന് ചോദിക്കാനുള്ള ധാർമ്മികമായ അവകാശം ശ്രോതാക്കൾക്കില്ലേ? അത് പറയുന്നത് KJU സെക്രട്ടറിയാണ്, ഹനീഫ് കായക്കൊടിയാണ് എന്ന് വിചാരിച്ചിട്ട് കളവ് പറയുമ്പം ചോദ്യം ചെയ്യാൻ പാടില്ലെന്നുണ്ടോ? സ്വാഭാവികമായും കേൾക്കുന്ന ആളുകൾ, അത് ഇസ്ലാഹ് മാസിക കണ്ടവർ, വായിച്ചവർ, അത് പഠിച്ചവർ, മനസ്സിലാക്കിയവർ, അത് സ്വാഭാവികമായും ചോദിക്കും അതെവിടെ. ഇത് മുമ്പ് അമ്പലക്കടവ് പറഞ്ഞ സമയത്ത് അമ്പലക്കടവിനോടും ആര് ചോദിച്ചിരുന്നു? ഈ ഹനീഫ് കായക്കൊടി ചോദിച്ചിരുന്നു. അത് നമ്മൾ നേരത്തെ കേട്ട് കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും ഇല്ലാത്തൊരു കാര്യം അമ്പലക്കടവാണെങ്കിലും അലിമദനിയാണെങ്കിലും അത് ഇനി ഹനീഫ് കായക്കൊടി തന്നെയാണെങ്കിലും ശരി, അത് ചോദ്യം ചെയ്യുക എന്നത് ധാർമ്മികമായ അവകാശമാണ് എന്നെങ്കിലും കായക്കൊടി നിങ്ങൾ തിരിച്ചറിയണം. ആ വാചകം എവിടെ എന്ന് ജിന്നുവാദികൾ ചോദിക്കാനുള്ള കാരണം പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സുന്നികളും മുജാഹിദുകളും തമ്മിലുള്ള തർക്കത്തിന്റെ അടിസ്ഥാനം പഠിക്കാത്തതുകൊണ്ടാണ്. കണ്ടില്ലേ സഹോദരന്മാരെ, ഈ KJU സെക്രട്ടറി പറഞ്ഞ കളവിനെ ന്യായീകരിക്കാൻ അതിലേറെ വലിയ പൊട്ടപ്പോയത്തമാണ് ഈ പറയുന്നത്. ആകാശത്ത് നിന്ന് വീണവനെ പോലെ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ എന്താ പറയുന്നതെന്ന് പോലും യാതൊരു ബോധവുമില്ലാതെ എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ് ഈ KJU സെക്രട്ടറി. നിങ്ങളല്ലേ 2012 മുമ്പ് അമ്പലക്കടവ് ഫൈസിയുടെ അടുത്ത് പോയിട്ട് അമ്പലക്കടവ് ഫൈസി ഈ ഇസ്ലാഹ് മാസിക എടുത്തുകൊണ്ട് വന്നിട്ട് ഈ വിഷയത്തിൽ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്നും പ്രാർത്ഥിച്ചാൽ ശിർക്കല്ലെന്നും ഇസ്ലാഹ് മാസികയിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു വാചകം കാണിച്ചു തന്നാൽ, അങ്ങനെ ഒരു ആശയം കാണിച്ചു തന്നാൽ ആ നന്ദി പള്ളി പൂട്ടി അവിടെ ഏൽപ്പിക്കുമെന്ന് പോലീസുകാരെ സാക്ഷി നിർത്തി നിങ്ങൾ പറഞ്ഞത്.
അന്ന് നിങ്ങൾക്ക് പ്രാർത്ഥന എന്താണെന്ന് അറിയില്ലായിരുന്നോ? അന്ന് സമസ്തക്കാരും മുജാഹിദുകളും തമ്മിൽ ആ തർക്കത്തിലിരിക്കുന്ന പ്രാർത്ഥന ഈ കായക്കൊടിക്ക് തിരിഞ്ഞില്ലായിരുന്നോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? കായക്കൊടി, നിങ്ങളിവിടെ പറയണം, പാച്ച കളവ് പറയാ വന്നിട്ട്. കാരണം ഇവരൊന്നും അങ്ങനെ പഠിച്ചു വന്നവരല്ല. ഒരാവേശത്തിൽ വിഷ്ണു വിഭാഗത്തിന്റെ കൂടെ കൂടിയവരാണ്. എന്താണ് പ്രാർത്ഥന എന്ന് മുജാഹിദ് പ്രസ്ഥാനവും സുന്നികളും തമ്മിലുള്ള തർക്കം പഠിച്ചു വന്ന ഒരാളും ഈ ചോദ്യം ചോദിക്കില്ല. ഇങ്ങനെ കായക്കൊടി നിങ്ങളിങ്ങനെ ഒച്ചട്ട് പറഞ്ഞാൽ അതൊക്കെ കേട്ട് പേടിച്ച് വിറച്ചിരിക്കുന്ന ഈ മുക്കല്ലിദുകളായിട്ടുള്ള ആളുകളുണ്ടാവാം നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന യാക്കൗമിൽ. എന്നാൽ ഇത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയ മുജാഹിദുകളവിടെ ഈ കളി നടക്കൂല. അതൊക്കെ സമസ്തക്കാരുടെ പൊട്ടീസം പരിപാടിയൊന്നും ഇങ്ങോട്ടേക്ക് എടുക്കേണ്ട കായക്കൊടി. അതൊക്കെ അവരുടെ കൂടെ വാദപ്രതിവാദത്തിന് നടന്ന് അവരുടെ എല്ലാ സ്വഭാവവും പഠിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് മുജാഹിദുകളോട് ആ വളമൊക്കെ ഇങ്ങോട്ട് പയറ്റുന്നത്. എന്തിനാണ് കായക്കൊടി? നിങ്ങൾക്ക് അന്ന് അമ്പലക്കടവിൻ്റെ അടുത്ത് പോയ സമയത്ത് ഈ പ്രാർത്ഥനയും പ്രാർത്ഥനയുടെ നിർവചനവും പ്രാർത്ഥനയുടെ അർത്ഥവും ഒന്നും പഠിക്കാതെയും മനസ്സിലാക്കാതെയുമാണോ അമ്പലക്കടവിനെ അന്ന് വെല്ലുവിളിച്ചത്? പ്രാർത്ഥിക്കാമെന്നോ പ്രാർത്ഥിച്ചാൽ ശിർക്കല്ലെന്നോ കാണിച്ചു തന്നാൽ ഈ പള്ളി പൂട്ടി താക്കോല് തരാമെന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് പ്രാർത്ഥന എന്താണെന്ന് അറിയില്ലായിരുന്നോ? കായക്കൊടി, പച്ച കളവ് പറയുന്നതിന് ഒരു കയ്യും കണക്കും വേണ്ടേ? കാരണം എന്താ? മുജാഹിദുകൾ പറയുന്നു പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം. എന്നും മുജാഹിദുകൾ അത് പറഞ്ഞു. അതിനുവേണ്ടി പുസ്തകങ്ങൾ എഴുതി. കണ്ണൂർ അബ്ദുൽ ഖാദർ മൗലവി അത്തൗഹീദ് എന്ന പുസ്തകം എഴുതി. ആ പുസ്തകം പുറത്തിറങ്ങി. പ്രാർത്ഥന അള്ളാഹിനോട് മാത്രമേ പാടുള്ളൂ എന്നതിൽ സമർത്ഥിച്ചു. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം, അത് മുജാഹിദുകൾക്ക് ഒരു എതിരഭിപ്രായവും ഇല്ലാത്ത വിഷയമാണ്. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം, ആ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന് പറയാൻ മുജാഹിദുകൾ എത്ര പുസ്തകങ്ങൾ രചിച്ചു. അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. കായക്കൊടി, നിങ്ങൾ പറഞ്ഞത് അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ഇസ്ലാഹ് മാസികയിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാവുകയില്ല എന്നുണ്ട് എന്നാണ്. അത് എവിടെയെന്നാ ചോദ്യം. അതിന് അബ്ദുൽ ഖാദർ മൗലവി പുസ്തകം എഴുതിയിട്ടുണ്ടോ എന്നുള്ള മറുപടി. അതിന് വല്ല സമസ്തക്കാരും മറുപടി എഴുതിയിട്ടുണ്ടോ എന്നല്ല പറയേണ്ടത്. എന്തിനാണ് ആളുകളെ പൊട്ടീസാക്കാൻ ഈ ജാതി പരിപാടിയൊക്കെ സമസ്തക്കാരിറക്കാറുണ്ട്? ആ ജാതി വേലകളൊക്കെ ഒഴിവാക്കിയിട്ട് ഇസ്ലാഹ് മാസിക എടുത്തിട്ട് അതിന്നെടുത്ത് കാണിക്കുക കായക്കൊടി. ഈ പുസ്തകം പുറത്തിറങ്ങി ആളുകൾ അത് കേട്ടു. ഏതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശിർക്കിൽ ജീവിച്ചിരുന്ന സമൂഹത്തിന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബ് തൗഹീദ് എങ്ങനെ വെളിച്ചം കാണിച്ചോ, അതേപോലെ കേരളത്തിലെ മലയാളികളായ മുസ്ലിങ്ങൾക്ക് കണ്ണൂർ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ അത്തൗഹീദ് എന്ന ഗ്രന്ഥം വെളിച്ചം കാണിച്ചു. അതിവിടെ വെളിച്ചം കാണിച്ചോ ഇല്ലേ എന്നുള്ളതല്ല ഇപ്പം ഇവിടുത്തെ പ്രശ്നം. ഇപ്പോഴത്തെ പ്രശ്നം അൽ ഇസ്ലാഹ് മാസികയിൽ ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ശിർക്കാവുകയില്ല എന്ന് ഉണ്ടോ ഇല്ലേ എന്നതാണ്. അത് പറയണം താങ്കൾ. അതിന് അബ്ദുൽ ഖാദർ മൗലവിൻ്റെ അത്തൗഹീദ് എന്ന പുസ്തകവും സമസ്തക്കാരുടെ അതിൻ്റെ മറുപടിയൊന്നും എടുത്ത് വരുന്നിട്ട് കാര്യമില്ല. അതൊക്കെ നിങ്ങൾ ആളുകളെ പൊട്ടീസാക്കാനും അണികളെ പിടിച്ചിരുത്താനും താൻ പറഞ്ഞ കളവിനെ പതുക്കെ ടിസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഭദ്രപ്പാട് മാത്രമാണ്. അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. സമസ്തയുടെ കൂടാരം ഇളകി. എന്ത് ചെയ്യണം? ആളുകൾ ഇത് വായിക്കുകയാണ്, ഖുർആൻ ആയത്തുകൾ അതിൽ നിന്ന് പഠിക്കാൻ, എന്നിട്ട് ജനങ്ങൾ തൗഹീദിലേക്ക് പോവാൻ. ഇതുവരെ ചെയ്തത് ശിർക്കാണ് എന്നവർ തിരിച്ചറിയാൻ. അങ്ങനെ സമസ്ത എന്ത് ചെയ്തു? റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ എന്ന് പറയുന്ന മുസ്ലിയാരെ ചുമതലപ്പെടുത്തി. എന്തിന്? ഈ പുസ്തകത്തിന് ഒരു മറുപടി എഴുതാൻ. ഇവിടെ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരെ അതിന് മറുപടി പറയാൻ എഴുതിയിട്ടുണ്ടോ? അതായത് കണ്ണൂർ അബ്ദുൽ ഖാദർ മൗലവി എഴുതിയ തൗഹീദ് എന്ന പുസ്തകത്തിന് മറുപടി പറയാൻ ഈ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരെ സമസ്ത ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ഇസ്ലാഹ് മാസികയിൽ അദ്ദേഹം ജിന്നുകളോട് പ്രാർത്ഥിച്ചാൽ ഷിർക്കല്ലെന്ന് എഴുതിയിട്ടുണ്ടോ ഇല്ലേ എന്നതാണ് പ്രശ്നം. അതിന് മൂസ മുസ്ലിയാരെ ബുക്കിൽ നിങ്ങൾ അഭയം തേടിയതുകൊണ്ടൊന്നും ഇവിടെ ഞങ്ങൾ നിങ്ങളെ വിടൂല. നിങ്ങൾ ഇസ്ലാഹ് മാസികയായിട്ട് ഇങ്ങോട്ട് വാ, എന്നിട്ട് അതിൽ നിന്ന് കാണിക്ക്. ഇങ്ങനെ ആളുകളെ കബളിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും ശരി, മുജാഹിദുകൾ ഇവിടെ ഉണ്ട്. നിങ്ങളെ ഓരോ ഹർഫും നിങ്ങളെ പിടിച്ച് നിങ്ങൾക്ക് മറുപടി പറയാൻ. അങ്ങനെയൊന്നും നിങ്ങളെ രക്ഷപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അങ്ങനെ ചുമതലപ്പെടുത്തി അദ്ദേഹം എഴുതിയ പുസ്തകമാണിത്. അൽ ഖൗലു സദീദ് ഫീ റദ്ദി തൗഹീദ്. തൗഹീദിനെ എതിർത്തുകൊണ്ട് എഴുതിയ പുസ്തകം. അതിന്റെ പേര് തന്നെ തൗഹീദിനെ എതിർത്തുകൊണ്ട് എഴുതിയ പുസ്തകം. ഈ പുസ്തകത്തിന്റെ 133-ാമത്തെ പേജിൽ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ എഴുതുന്നത് നോക്കൂ. അത് നിങ്ങൾ നോക്കിയാൽ മതി. റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ ആ പുസ്തകത്തിൽ എന്ത് എഴുതി എന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങളിവിടെ അബ്ദുൽ ജബ്ബാർ മൗലവി ജിന്നുകളോട് പ്രാർത്ഥിച്ചാൽ ഷിർക്കല്ലെന്ന് എഴുതിയത് എവിടെ? അത് ഇസ്ലാഹ് മാസിക എന്ന് ഇങ്ങോട്ട് അണ്ടർലൈൻ ചെയ്ത് കാണിക്ക്. അതാണ് നീ ചെയ്യേണ്ടത്. പച്ച കളവ് പറഞ്ഞിട്ട് ഇപ്പം മൂസ മുസ്ലിയാരുടെ
പുസ്തകത്തിൽ അഭയം തേടുകയാണോ? നാണമില്ലേ കായക്കൊടി നിങ്ങൾക്ക്?